പിതാവിനും പുത്രനും പരിശുദ്ധനായിരിക്കും സ്തുതി. നമ്മുടെ മേൽ തൻ്റെ കരുണയും മനോണും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ആമീൻ. പ്രിയപ്പെട്ട ശാലോം പ്രേക്ഷകരെ, ഏവർക്കും ക്രിസ്തുയേശുവിൻ്റെ ധന്യനാമത്തിൽ സ്നേഹവന്ദനം. കോൺസ്റ്റന്റൈൻ ചക്രവർത്തിയുടെ പിതാവായ കോൺസ്റ്റന്റിയൂസിനെ കുറിച്ച് ഒരു കഥ വായിച്ച് കേൾക്കുവാനിടയായി. അദ്ദേഹം ക്രിസ്തുവിശ്വാസത്തെ നഖശിഖാന്തം എതിർത്ത ഒരു ഭരണാധികാരിയായിരുന്നു. ക്രിസ്ത്യാനികളെ പീഡിപ്പിക്കുന്നത് അദ്ദേഹത്തിന് ഹരമായിരുന്നു. അങ്ങനെയിരിക്കെ അദ്ദേഹത്തിൻ്റെ ജോലിക്കാരെ പലരും രഹസ്യത്തിൽ ക്രിസ്തുവിശ്വാസം സ്വീകരിച്ചതായിട്ട് മനസ്സിലാക്കുവാനായിട്ടിടയായി. അതുകൊണ്ട് അങ്ങനെയുള്ളവരെ അദ്ദേഹം തൻ്റെ കൊട്ടാരത്തിൽ വിളിച്ചു വരുത്തി ഒന്നുകിൽ ജോലി ഉപേക്ഷിക്കുക അല്ലെങ്കിൽ ക്രിസ്തുവിനെ ഉപേക്ഷിക്കുക എന്ന് ആഹ്വാനം ചെയ്യുകയാണ്. ഇത് കേട്ട പലരും ക്രിസ്തുവിനെ തള്ളിപ്പറഞ്ഞ് ജോലിയിൽ തുടരാനായിട്ട് ആഗ്രഹിക്കുകയും പലരും ജോലി ഉപേക്ഷിച്ച് ക്രിസ്തുവിശ്വാസത്തിൽ അടിയുറച്ച് നിൽക്കുകയും ചെയ്യുകയുണ്ടായി. അങ്ങനെ ഇരിക്കെയാണ് ഒരു യുദ്ധത്തിൽ അദ്ദേഹം പരാജയഭീതി നേരിടുന്നതായ സന്ദർഭത്തിൽ ആകാശത്തിലൊരു കുരിശടയാളം കാണുകയും അതുകൊണ്ട് കുരിശ് വഹിച്ചുകൊണ്ട് യുദ്ധം നയിച്ച് അത്ഭുതകരമായി ആ യുദ്ധം ജയിക്കുവാനായിട്ട് ഇടയാകുകയും ചെയ്തു. ഇത് അദ്ദേഹത്തെ ചിന്തിപ്പിച്ചു എന്ന് മാത്രമല്ല, അദ്ദേഹം തൻ്റെ പ്രജകളെ വിളിച്ച് ക്രിസ്തുവിശ്വാസത്തിൽ തുടരാനായിട്ട് ആവശ്യപ്പെടുകയായിരുന്നു. തന്നെയുമല്ല, ക്രിസ്തുവിശ്വാസം ഏറ്റുപറഞ്ഞ് ജോലി ഉപേക്ഷിച്ച് പോയവരെ അദ്ദേഹം തിരികെ വിളിച്ച് ജോലിയിൽ തുടരാനായിട്ട് ആജ്ഞാപിച്ചു. അപ്പോൾ ചിലർ ക്രിസ്തുവിശ്വാസം തള്ളിപ്പറഞ്ഞ് ജോലിയിൽ തുടർന്നതായ ആളുകളെ അദ്ദേഹം ജോലിയിൽ പ്രവേശിപ്പിക്കുവാനായിട്ട് തയ്യാറായില്ല. കാരണമായിട്ട് അദ്ദേഹം പറഞ്ഞത്, നിങ്ങൾക്ക് യേശുക്രിസ്തുവിനോട് വിശ്വസ്തതയില്ല എങ്കിൽ എന്നോടും നിങ്ങൾക്ക് വിശ്വസ്തത പുലർത്തുവാനായിട്ട് സാധിക്കുകയില്ല. ഞാൻ ഏൽപ്പിക്കുന്ന ജോലിയിലും നിങ്ങൾക്ക് വിശ്വസ്തത പുലർത്തുവാനായിട്ട് സാധിക്കുകയില്ല എന്നാണ് അദ്ദേഹം കാരണമായിട്ട് കണ്ടെത്തിയത്. ഇതൊരു വാസ്തവമായ അനുഭവമാണ്. നാം പ്രവർത്തിക്കുന്ന മേഖലയിൽ നാം ആയിരിക്കുന്ന അവസ്ഥയിൽ വിശ്വസ്തത പുലർത്തുവാനായിട്ട് നമുക്ക് സാധിക്കുന്നില്ല എങ്കിൽ ഒരിക്കലും നമ്മുടെ വിശ്വാസത്തിൽ പോലും നമുക്ക് വിശ്വസ്തത പുലർത്തുവാൻ സാധിക്കുകയില്ല എന്നുള്ളൊരു വാസ്തവമാണ്. ഇന്ന് അവിശ്വസ്തത കൊടികുത്തി വാഴുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ കഴിയുക. ദൈവവിശ്വാസികളാണെന്ന് അഭിമാനിക്കുന്നവർ പോലും അവരുടെ പ്രവർത്തനങ്ങളിൽ ദൈവവിശ്വാസത്തെ തള്ളിപ്പറയുന്നതായ അവസ്ഥകൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. മത്തായി സുവിശേഷം 10-ാം അധ്യായം അതിൻ്റെ 5 മുതലായ വാക്യങ്ങളിൽ കർത്താവ് തൻ്റെ ശിഷ്യന്മാരെ സമൂഹത്തിലേക്ക് ദൗത്യ നിർവഹണത്തിനായിട്ട് പറഞ്ഞയക്കുന്നതായ സംഭവം വിവരിക്കുന്നുണ്ട്. കർത്താവ് തൻ്റെ ശിഷ്യന്മാരെ പറഞ്ഞയക്കുമ്പോൾ അവർക്ക് ചില സേവന വേതന വ്യവസ്ഥകൾ കൂടി കൊടുക്കുന്നതായിട്ട് കാണുന്നുണ്ട്. മറ്റൊന്നുമല്ല,
സമൂഹത്തിലേക്ക്, ഇസ്രായേൽ ജനത്തിലെ കാണാതെ പോയ ആടുകളുടെ അടുക്കിലേക്കാണ് ഞാൻ നിങ്ങളെ പറഞ്ഞയക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ അവരോട് ദൈവരാജ്യത്തെക്കുറിച്ച് പ്രസംഗിക്കുവിനെന്ന് ആഹ്വാനം ചെയ്യുകയാണ്. നമുക്കറിയാം, ഏറ്റവും വലിയ സുവിശേഷം എന്ന് പറയുന്നത് ദൈവരാജ്യത്തെക്കുറിച്ചുള്ള പ്രഘോഷണമാണ്. യോഹന്നാൻ സ്നാപകൻ മരുഭൂമിയിൽ വിളിച്ചു പറഞ്ഞത് സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു, മാനസാന്തരപ്പെടുവിനെന്നാണെങ്കിൽ യോഹന്നാൻ തുറുങ്കിലടയ്ക്കപ്പെട്ടു എന്ന് കേട്ടാറേ നമ്മുടെ കർത്താവും ഈ സന്ദേശം തന്നെയാണ് സമൂഹത്തിൽ വിളിച്ചു പറഞ്ഞത്. സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു, മാനസാന്തരപ്പെടുവിനെന്ന്. ഇതേ സന്ദേശം തന്നെ സമൂഹത്തിൽ പകർന്നു കൊടുക്കുവാനായിട്ട് കർത്താവ് തൻ്റെ ശിഷ്യന്മാരെ പരമേൽപ്പിക്കുകയാണ്. സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു എന്ന് പ്രഘോഷിക്കുവിൻ. ദൈവരാജ്യത്തെക്കുറിച്ചുള്ളതായ ഉത്ബോധനം സമൂഹത്തിന് നൽകുവാനായിട്ട് വിളിക്കപ്പെട്ടവരാണ് നമ്മൾ. കർത്താവ് തൻ്റെ അപ്പോസ്തലന്മാരെ ദൈവരാജ്യത്തെക്കുറിച്ച് പ്രസംഗിക്കുവാനായിട്ട് സമൂഹത്തിലേക്ക് പറഞ്ഞയച്ചുവെങ്കിൽ, അപ്പോസ്തലൻ എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ അയക്കപ്പെട്ടവനെന്നാണല്ലോ. ദൈവരാജ്യത്തെക്കുറിച്ച് പ്രസംഗിക്കുവാനായിട്ടാണ് തമ്പുരാൻ തൻ്റെ അരുമ ശിഷ്യന്മാരെ സമൂഹത്തിലേക്ക് പറഞ്ഞയച്ചിരിക്കുന്നത് എങ്കിൽ, പ്രിയമുള്ളവരെ, ഇന്നും ആ ദൗത്യം നിർവഹിക്കുവാനായിട്ട് വിളിക്കപ്പെട്ടവരാണ് ക്രിസ്ത്യാനികളെന്ന് അഭിമാനിക്കുന്നവരായ നാം. എന്നാൽ ഈ ഉത്തരവാദിത്വം നിർവഹിക്കുവാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ടോ എന്ന് വിലയിരുത്തുക. സാധിക്കുന്നില്ലെങ്കിൽ നമ്മൾ വിളിയോട് നമ്മൾ വിശ്വസ്തത കാണിക്കുന്നില്ല എന്ന് കണ്ടെത്തിയാൽ മതി. കർത്താവ് തൻ്റെ ജീവിതത്തിൽ സ്വീകരിച്ചതായ ആ പാത, ദൈവരാജ്യത്തെക്കുറിച്ചുള്ളതായ ഉത്ബോധനം, അതുപോലെ രോഗികളെ സുഖപ്പെടുത്തുക, പ്രീച്ചിങ് ആൻഡ് ഹീലിംഗ്, ഈ കാലഘട്ടത്തിൽ വലിയ ഉത്തരവാദിത്വമുള്ള ഒരു ദൗത്യമാണ്. ഈ ദൗത്യ നിർവഹണത്തിന് തമ്പുരാൻ നമ്മെ ക്ഷണിക്കുകയാണ്. എത്ര പേർക്ക് ആ വിളി കേൾക്കുവാനായിട്ട് സാധിക്കുന്നുണ്ട്? വിശ്വസ്തയോടെ ആ ദൗത്യം നിർവഹിക്കുവാനായിട്ട് സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ് വിലയിരുത്തേണ്ടത്. ഞാൻ പറഞ്ഞല്ലോ, സേവന വേതന വ്യവസ്ഥകൾ കർത്താവ് അവർക്ക് കൊടുക്കുന്നു എന്ന് ഞാൻ പറഞ്ഞല്ലോ. സൗജന്യമായി നിങ്ങൾക്ക് ലഭിപ്പിൻ, സൗജന്യമായി നിങ്ങൾ കൊടുപ്പിൻ എന്നാണ് കർത്താവ് പറയുന്നത്. ഇന്ന് നമുക്ക് ഏതെങ്കിലും ഒരു ജോലി ലഭിക്കുമെന്നറിഞ്ഞാൽ എന്ത് കിട്ടുമെന്നായിരിക്കും നമ്മൾ ആദ്യം അന്വേഷിക്കുക. നമുക്ക് ലഭിക്കുന്നതായ വേതനത്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും നമ്മൾ ആ ജോലി സ്വീകരിക്കുവാനായിട്ട് തയ്യാറാകുക. അല്ലെങ്കിൽ ആ ജോലിയിൽ ആത്മാർത്ഥതയോടെ പ്രവർത്തിക്കുവാനായിട്ട് നമുക്ക് ഇടയാകുക. എൻ്റെ കർത്താവ് തൻ്റെ ശിഷ്യന്മാരോട് പറയുകയാണ്, നിങ്ങൾക്ക് സൗജന്യമായി ലഭിച്ചു, നിങ്ങൾ സൗജന്യമായി കൊടുപ്പിൻ. ആധുനിക സുവിശേഷവൽക്കരണത്തിലുള്ള ഏറ്റവും വലിയ അപകടം എന്ന് പറയുന്നത് പ്രോസ്പെരിറ്റി ഗോസ്പലാണ്. സമ്പന്നതയുടെ സുവിശേഷമാണ് ഇന്ന് കൊടികുത്തി വാഴുന്നത്. ആ സുവിശേഷ വേദികളിലേക്ക് പരക്കം പാഞ്ഞ ആളുകൾ ഓടുകയാണ്. അവിടെ ചെന്നാൽ എല്ലാം തികയും എന്നുള്ളതായൊരു ബോധ്യമാണെന്ന് പൊതുവെ ജനത്തിനുള്ളത്. എന്നാൽ ഞാൻ പറയട്ടെ, സമ്പന്നതയുടെ സുവിശേഷം ഈ ലോകത്തിൽ പ്രചരിപ്പിച്ച ദൈവദാസൻ ഇപ്പോൾ കൺഫസ് ചെയ്യാണ്, ഇതുവരെ ഞാൻ പറഞ്ഞത് അബദ്ധമായിരുന്നു എന്ന്. സൗജന്യമായി ലഭിച്ചത് സൗജന്യമായി കൊടുക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം.
മടിശീലയിൽ പൊന്നും വെള്ളിയും ചെമ്പും വഴിക്ക് പൊക്കണവും രണ്ടുടുപ്പും ചെരുപ്പും വഴിയും കരുതരുത്. നമ്മളിന്ന് എന്ത് കിട്ടും എന്നുള്ളതായ ആ അന്വേഷണത്തിലാണ്. ദൈവവേലയ്ക്കായിട്ട് ഇറങ്ങിച്ചെന്നാൽ നമ്മുടെ കാര്യങ്ങൾ എങ്ങനെ നടക്കും എന്നുള്ളതായ ഒരു ഭയമാണ് പൊതുവെ ഉള്ളത്. അടുത്ത കാലത്തായിട്ട് ഈ സന്ദേശങ്ങൾക്ക് ഊന്നൽ കൊടുത്തുകൊണ്ട് സുഗതയുടെ ശുശ്രൂഷകൾ മുന്നോട്ട് പോകുമ്പോൾ പലരും നേരിട്ട് ചോദിക്കാറുണ്ട്, ഇതൊന്നും പ്രായോഗികമാണോ എന്ന്. സകലവും ഉപേക്ഷിച്ച് കർത്താവിൻ്റെ പിന്നാലെ പോകുവാനായിട്ട് നമ്മൾ തയ്യാറായാൽ എങ്ങനെ നമ്മുടെ കുടുംബം നിലനിൽക്കും? എങ്ങനെ നമ്മുടെ മക്കൾക്ക് വേണ്ടിയിട്ട് കരുതുവാനായിട്ട് സാധിക്കും? ഇന്ന് പലരുടെയും ആവലാതി അതാണ്. പ്രിയമുള്ളവരെയും, ദൈവരാജ്യത്തിന് വേണ്ടി, ദൈവിക നീതിക്ക് വേണ്ടി നിലകൊള്ളുവാനായിട്ട് സാധിക്കുമ്പോഴാണ് ദൈവം നമ്മളിൽ ഇടപെടുവാനായിട്ട് തയ്യാറാവുക. ഞാൻ പലപ്പോഴും പറയാറുള്ളത് പോലെ ദൈവം നമ്മുടെ ജീവിതങ്ങളിൽ ഇടപെടണമെങ്കിൽ ദൈവത്തെ നമ്മുടെ ജീവിത മേഖലകളിലേക്ക് നമ്മൾ സ്വീകരിക്കുവാനായിട്ട് തയ്യാറാകണം. ഒരിക്കലും കർത്താവ് നമ്മുടെ ആവശ്യങ്ങളിലേക്ക് ഇടിച്ചു കയറുകയില്ല. ഇതൊരു വാസ്തവമാണ്. നമുക്ക് ദൈവം ആഗ്രഹിക്കുന്നത് പോലെ ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് അനുസൃതമായി ജീവിതം ക്രമീകരിക്കണമെന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹമുണ്ടെങ്കിൽ അതിനുള്ളതായ കൃപ, അതിനുള്ളതായ ശക്തി ദൈവം നമുക്ക് തരും എന്നുള്ളത് ഉറപ്പാണ്. എന്ത് തിന്നും, എന്ത് കുടിക്കും, എന്ത് ധരിക്കും എന്ന് നമ്മൾ ഉത്കണ്ഠാകുലരാകേണ്ട കാര്യമില്ല. ആകാശത്തിലെ പറവകളെ നമുക്കറിയാം. അവ വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, കളപ്പരയിൽ കൂട്ടിവെക്കുന്നില്ല. അത് വാസ്തവമാണ്. അതുകൊണ്ട് ദൈവരാജ്യത്തെക്കുറിച്ച് അന്വേഷിക്കുമ്പോൾ വചനം പറയുന്നുണ്ട്, പൗലോസ് റോമർക്ക് എഴുതിയ ലേഖനത്തിൽ, ദൈവരാജ്യം എന്ന് പറയുന്നത് ഭക്ഷണമോ പാനീയവുമല്ല, മറിച്ച് നീതിയും സമാധാനവുമാണ്. ഈ നീതിയും സമാധാനവും അന്വേഷിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. ഇവിടെ കർത്താവ് തൻ്റെ ശിഷ്യന്മാരെ പരിമേലിപ്പിക്കുകയാണ്. നിങ്ങൾ ഏതെങ്കിലും ഭവനത്തിൽ ചെല്ലുമ്പോൾ ആ ഭവനത്തിന് സമാധാനം ആശംസിക്കുവിനെന്ന്. നമ്മൾ സമാധാനത്തിൻ്റെ സന്ദേശവാഹകരാകണം. ഇന്ന് സമൂഹത്തിൽ ഈ കഴിഞ്ഞ ആഴ്ചയിൽ ഇവിടെ കൺവെൻഷൻ നടക്കുകയായിരുന്നു. ഈ കൺവെൻഷനിലേക്ക് ആളുകളെ ക്ഷണിക്കുവാനായിട്ട് ഞങ്ങൾ തിരഞ്ഞെടുത്തത് ദാരിദ്ര്യ ദുഃഖ ദുരിതങ്ങൾ അനുഭവിക്കുന്നതായ ഭവനങ്ങളിലാണ്. അതൊന്നുമില്ലാത്ത ഭവനങ്ങളിൽ ചെല്ലുമ്പോൾ അവർ നമ്മളെ ആട്ടിപ്പായിക്കും. എന്നാൽ ദാരിദ്ര്യം അനുഭവിക്കുന്നവരുടെ ഇടയിലേക്ക്, ദുഃഖം അനുഭവിക്കുന്നവരുടെ ഇടയിലേക്ക്, ദുരിതം അനുഭവിക്കുന്നവരുടെ ഇടയിലേക്ക് കടന്നു ചെല്ലുമ്പോൾ അവർ സഹർഷം നമ്മളെ സ്വാഗതം ചെയ്യുന്നു എന്ന് മാത്രമല്ല, അവർ വനത്തിൻ്റെ മുമ്പിലേക്ക് സന്തോഷത്തോടെ, ആർത്തിയോടെ, ദാഹത്തോടെ കടന്നു വരുവാനായിട്ട് ഇടയാക്കുന്നു. ഈ ആഴ്ചയിൽ ഞങ്ങൾക്ക് അനുഭവപ്പെട്ടതായൊരു കാര്യമാണ്. പ്രിയമുള്ളവരെ, നമ്മുടെ കർത്താവ് തൻ്റെ ഗിരിപ്രഭാഷണത്തിൽ പറഞ്ഞ പോലെ ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ. ദാരിദ്ര്യ ദുഃഖം അനുഭവിക്കുന്നവര് ഭാഗ്യവാന്മാരാണെന്ന് കർത്താവ് പറയുന്നു. മറ്റൊന്നുമല്ല, ദുഃഖം അനുഭവിക്കുന്നവര്, ദുരിതം അനുഭവിക്കുന്നവര്, വേദന അനുഭവിക്കുന്നവര് അവർക്ക് അത്താണിയായിട്ട് തമ്പുരാനെ ആശ്രയിക്കുവാനായിട്ട് തയ്യാറാകുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് വിശ്വസ്തയോടെ സമൂഹത്തിലേക്ക് ഇറങ്ങിച്ചെന്ന് ഈ ദൈവിക സമാധാനം പ്രഘോഷിക്കുവാനായിട്ടുള്ള ഉത്തരവാദിത്വം നമുക്ക് ഏറ്റെടുക്കുവാനായിട്ട് സാധിക്കണം. നിങ്ങൾ സമാധാനത്തിൻ്റെ സന്ദേശവുമായിട്ട് ഭവനങ്ങളിലേക്ക് കടന്നു ചെല്ലുമ്പോൾ
നാം അരുളി ചെയ്യുന്നതായ സമാധാനം, ദൈവിക സമാധാനം ആ ഭവനത്തിൽ നിലനിൽക്കുന്നു എങ്കിൽ അത് അവരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ അനുഗ്രഹകരമായിരിക്കും. എന്നാൽ നാം നൽകുന്നതായ സമാധാനത്തിൻ്റെ സന്ദേശം അവർ തിരസ്കരിക്കുകയാണെങ്കിൽ, ഇവിടെ വചനം പറയുന്നത്, നിങ്ങളുടെ വചനങ്ങളെ കേൾക്കാതെ ഇരുന്നാൽ ആ വീടോ പട്ടണമോ വിട്ടുപോരുമ്പോൾ നിങ്ങളുടെ കാലിലെ പൊടി തട്ടിക്കളയുവിനെന്നാണ്. കർത്താവിൻ്റെ സമാധാന സന്ദേശം സമൂഹത്തിന് നൽകുവാനായിട്ട് ആത്മാർത്ഥമായിട്ട് നാം തയ്യാറാകുമ്പോൾ അത് സ്വീകരിക്കുന്നവർക്കത് അനുഗ്രഹകരമായി മാറും. മാത്രമല്ല, അത് തിരസ്കരിക്കുന്നവരെക്കുറിച്ച് നമ്മൾ ഭാരപ്പെടേണ്ട കാര്യമില്ല. കാലിലെ പൊടി അവിടെ തന്നെ തട്ടിയിട്ടിട്ട് പോരാനായിട്ട് പറഞ്ഞതിലൊരു ഉദ്ദേശമുണ്ട്. മറ്റൊന്നുമല്ല, അവരോടുള്ളതായ നമ്മുടെ മനോഭാവം, അവരോട് നമുക്കുണ്ടാകാവുന്നതായ വെറുപ്പ്, അവരോട് നമുക്ക് നമ്മുടെ മനസ്സിൽ ഉണ്ടാകാവുന്നതായ അസ്വസ്ഥത, ഇതെല്ലാം അവിടെ തന്നെ ഇട്ടിട്ട് പോരാനായിട്ടാണ് കർത്താവിടെ നമ്മോട് ആഹ്വാനം ചെയ്യുന്നത്. പലരും ഇതിനെ മറിച്ച് വ്യാഖ്യാനിക്കുന്നതായിട്ട് കേട്ടിട്ടുണ്ട്. അതിനെ തുടർന്നുള്ളതായ വചനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ന്യായവിധിയുടെ നാളിൽ സോദോം ഗോമോറയേക്കാൾ വലിയ പതനം അവർക്കുണ്ടാകും എന്നുള്ളതായ വചനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മളതിനെക്കുറിച്ച് പറയുന്നത്. ഒരിക്കലും നാം ആ തരത്തിൽ ചിന്തിക്കേണ്ടതായ കാര്യമില്ല. ഇന്ന് ശക്തമായ സുവിശേഷവൽക്കരണത്തിൻ്റെ ആവശ്യകത സമൂഹത്തിൽ നിലനിൽക്കുകയാണ്. പൊതുവെ എല്ലാവരും ആഗ്രഹിക്കുന്നത് ഒരു സോഫ്റ്റ് ആയിട്ടുള്ളതായ സമീപനമാണ് പലരും ആഗ്രഹിക്കുന്നത്. വചന ശുശ്രൂഷയിൽ പോലും മൃദുലമായ ഒരു സമീപനം ആഗ്രഹിക്കുന്നതായ ആളുകളാണിന്ന് സമൂഹത്തിലുള്ളത്. എന്നാൽ ദൈവവചനം ശക്തമായിട്ട് കാലിക പ്രസക്തിയോടെ സമൂഹ മധ്യത്തിൽ പ്രചരിപ്പിക്കുവാനായിട്ടുള്ള ഉത്തരവാദിത്വം നമുക്കുണ്ട്. വചനത്തെ തീക്ഷ്ണതയോടെ പ്രഘോഷിക്കുമ്പോഴാണ് അതിന് ഗൗരവം ഉണ്ടാകുക തന്നെ. ഇന്ന് നമ്മൾ കേൾക്കുന്നതായ വചനങ്ങൾ പലപ്പോഴും നമ്മെ സുഖിപ്പിക്കുന്നതാണ്. അതാണ് അപകടം. അതുകൊണ്ടാണ് സമൂഹത്തിലെ ചലനങ്ങൾ സംഭവിക്കാത്തത്. സുഖിപ്പിക്കുന്നതായ സന്ദേശങ്ങൾക്ക് പഞ്ഞമില്ല. അത് ആളുകളെ ആകർഷിക്കുകയും ചെയ്യും. എന്നാൽ തീക്ഷ്ണമായ ശക്തമായ വചനം സമൂഹത്തിന് പകർന്നു കൊടുക്കുമ്പോൾ ഒരുപക്ഷെ നേതൃനിരയിൽ നിന്ന് പോലും എതിർപ്പുകൾ ഉണ്ടാകുമെന്നുള്ളൊരു വാസ്തവമാണ്. എന്നാൽ ഹൃദയങ്ങളെ ശോധന ചെയ്യുവാനും ജീവിതത്തിലെ പരിവർത്തനത്തിന് മുഖാന്തരമാകുവാനുമായിട്ട് സാധിക്കണമെങ്കിൽ യോഹന്നാൻ പ്രസംഗിച്ചതുപോലെ തീക്ഷ്ണമായ സുവിശേഷവൽക്കരണം നിർവഹിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. അതേ പാത തന്നെയാണ് നമ്മുടെ കർത്താവ് സ്വീകരിച്ചത്. അതേ മാർഗം തന്നെയാണ് നമ്മുടെ അപ്പോസ്തലന്മാരും കാണിച്ചത്. ആ പാതയിൽ തന്നെ ചരിക്കുവാനായിട്ട് നമുക്ക് സാധിക്കുമ്പോഴാണ് സമൂഹത്തിലെ ദൈവവചനത്തിന് കാലിക പ്രസക്തി ലഭിക്കുക, അല്ലെങ്കിൽ ആ വചനം നമ്മുടെ ജീവിതങ്ങളിൽ ക്രിയ ചെയ്യുവാനായിട്ട് ഇടയാകുക. ഇന്ന് സുവിശേഷ യോഗങ്ങളിലേക്കൊക്കെ ആളുകൾ കടന്നു വരുന്നത് അവരുടെ ഭൗതികമായ നേട്ടങ്ങൾ ലക്ഷ്യമാക്കിക്കൊണ്ടാണ്. ജോലിയില്ലാത്തവർക്ക് ജോലി ലഭിക്കണം, വിസ കിട്ടാത്തവർക്ക് വിസ കിട്ടണം, സാമ്പത്തിക പ്രതിസന്ധികൾ നീങ്ങിപ്പോകണം, മക്കളുടെ വിവാഹം നടക്കണം, മക്കളില്ലാത്തവർക്ക് മക്കളെ കിട്ടണം. ഇതൊക്കെ കിട്ടിക്കഴിയുമ്പോൾ പിന്നെ പോകുന്ന വഴി കാണാറില്ല. വാസ്തവത്തിൽ ആ ഒരു രീതിയിലാണ്
ഇവിടെ സുവിശേഷ ശുശ്രൂഷകൾ നിർവഹിച്ചുകൊണ്ടിരുന്നതെങ്കിൽ അതിലൊരു അർത്ഥമില്ല എന്ന് കണ്ടെത്തുവാനായിട്ട് നമുക്ക് സാധിച്ചു. എന്നാൽ ഇപ്പോൾ കടന്നു വരുന്നതായ ജനം ദൈവത്തെ പൂർണ്ണമായും പൂർണ്ണ മനസ്സോടെയും പൂർണ്ണ ആത്മാവോടെയും പൂർണ്ണ ഹൃദയത്തോടെയും സ്നേഹിക്കുവാനായിട്ട് തയ്യാറാകുന്നു എന്നുള്ളതാണ് ആശ്വാസം പകരുന്നത്. ദൈവത്തെ പൂർണ്ണ മനസ്സോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ഹൃദയത്തോടും കൂടെ സ്നേഹിക്കുവാനായിട്ട് സാധിക്കുമ്പോഴാണ് സഹോദരനെ നമ്മെ പോലെ തന്നെ സ്നേഹിക്കുവാനായിട്ട് നമുക്ക് ഇടയാകുക. ആധുനിക സമൂഹത്തിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം, സമൂഹത്തിൽ എന്തു തന്നെ സംഭവിച്ചാലും എനിക്കിതൊന്നൊരു ബാധകമല്ല, എന്നെ ബാധിക്കുന്നത് വരെ എനിക്കതൊരു പ്രശ്നമല്ല എന്ന് ചിന്തിക്കുന്നവരാ. ഇപ്പം അടുത്ത കാലത്ത് രൂപപ്പെട്ടത് ആയ പനികൾ, അതൊരു തലതിരിഞ്ഞ പനി, അതിൻ്റെ പേര് പോലെ തന്നെ തലതിരിഞ്ഞ ഒരു രോഗമാണത്. അത് നമ്മുടെ നാട്ടിലേക്ക് വരാത്തത് കൊണ്ട് നമ്മൾ സുരക്ഷിതരാണെന്നുള്ള ചിന്തയാണ് നമ്മെ ഭരിക്കുന്നത്. എന്നാൽ പ്രിയമുള്ളവരെ, ഇതുപോലുള്ളതായ മാരകമായ അനുഭവങ്ങൾ നമുക്കും നേരിടേണ്ടി വരും എന്നുള്ളതായ ഒരു ബോധ്യം നമ്മെ ഭരിക്കണം. എന്തായാലും നമ്മുടെ സർക്കാരുകൾ ജാഗ്രതയോടെ പ്രവർത്തിക്കുവാനായിട്ട് തയ്യാറായപ്പോൾ അതിനൊരു ശമനം വരുത്തുവാൻ, അറുതി വരുത്തുവാനായിട്ട് സാധിച്ചു എന്നുള്ളൊരു വാസ്തവമാണ്. എന്നാൽ ആത്മാർത്ഥമായിട്ട് നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് നമുക്ക് പറയാനായിട്ട് സാധിക്കുമോ, ഇങ്ങനെയൊരു രോഗം കണ്ടെത്തിയപ്പോൾ അതിനെതിരെ ശക്തമായിട്ട് പ്രാർത്ഥിക്കുവാനായിട്ട് സാധിച്ച കൂട്ടായ്മകൾ എത്രയുണ്ട്? നമുക്ക് ബാധിക്കുന്നില്ല എന്നുള്ളതുകൊണ്ട് നമ്മൾ സേഫാണെന്ന് ചിന്തിക്കേണ്ട കാര്യമില്ല. സമൂഹത്തിൽ ആർക്കെങ്കിലും ഒരു വേദന അനുഭവപ്പെട്ടാൽ അത് നമ്മുടെ വേദനയായിട്ട് സ്വീകരിക്കുവാനായിട്ട് തയ്യാറാകുക. അതാണ് വിശ്വസ്തയോടെയുള്ളതായ ദൈവിക പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, വിശ്വസ്തയോടെ ദൈവരാജ്യം അന്വേഷിക്കുവാനും ദൈവരാജ്യത്തിൻ്റെ സന്ദേശവാഹകരാകുവാനും നഷ്ടപ്പെട്ടു പോകുന്ന ആത്മാക്കളെ പ്രതി ഭാരപ്പെട്ട് ദൈവരാജ്യത്തിലേക്ക് അവരെ ആദായപ്പെടുത്തുവാനും തൊക്കോണം ആത്മാർത്ഥമായിട്ടൊരു തീരുമാനമെടുക്കുവാനായിട്ട് സാധിച്ചാൽ ഇന്ന് നമ്മെ പ്രതി സ്വർഗം സന്തോഷിക്കും. ആ ഒരു ദൈവാനുഭവത്തിന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പിതൃത്വ പരിശുദ്ധാത്മാവാൻ ദൈവമേ, ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. കർത്താവേ, ക്രിസ്ത്യാനികളെന്ന് അഭിമാനിക്കുന്നവരായി ഞങ്ങൾ പലപ്പോഴും നിൻ്റെ ഇഷ്ടത്തിന് വിരുദ്ധമായിട്ടാണ് പ്രവർത്തിക്കുന്നത് എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. നാഥാ, കർത്താവേ, വിശ്വസ്തയോടെ നിനക്ക് വേണ്ടി നിലകൊള്ളുവാൻ തക്കവണ്ണം ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സമൂഹത്തിൽ അത് പ്രതിഫലിപ്പിക്കുവാൻ തക്കവണ്ണം നീ ഞങ്ങളെ സഹായിക്കണമേ എന്ന് നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുകയാണ്. കേട്ടതായ വചനങ്ങളെ പ്രതി നിന്നെ ഞങ്ങൾ മഹത്വപ്പെടുത്തുന്നു. ഒരു തീരുമാനമെടുക്കുവാൻ തക്കവണ്ണം നീ ഇന്ന് ഞങ്ങളെ സഹായിക്കണമേ. കൃപകൾക്കായി സ്തോത്രം, അനുഗ്രഹങ്ങൾക്കായി സ്തോത്രം. മാതാവേ, ശുദ്ധിവാന്മാരെ, ശുദ്ധികളെ പ്രാർത്ഥിക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റൂഹായുടെയും നാമത്തിൽ തന്നെ. ആമീൻ.